തന്നെ ഈ മഴ കടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ പെയ്ത മഴ ഭീകരമായ മഴയായിരുന്നു. മഴ വരുമ്പോൾ നമുക്ക് പേടിയാണ്. അതുമാത്രമല്ല ചാനലുകളും വാർത്തകൾ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 2 പ്രളയം കണ്ടതാണ്, അതോടൊപ്പം വയനാട് ദുരന്തമൊക്കെ കണ്ടതാണ്. ഇപ്പോൾ വേനൽ മഴയാണ് പെയ്യുന്നത്, ഇനി കാലവർഷം എത്തുന്നു. ഈ മഴയെല്ലാം താങ്ങാൻ കേരളത്തിനാകുമോ? എവിടെ ഇതൊന്നും താങ്ങാൻ കേരളത്തിൽ കഴിയില്ല. കഴിയുമെന്ന് നമ്മളൊക്കെ ആരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. മഴ വരുമ്പോൾ കൂടും കുടുക്കി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും എന്താ പറയുക, പിന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ജപ്പാനിലൊക്കെ ഭൂകമ്പം ഉണ്ടാകും, വലിയ ഭൂകമ്പ ദുരന്തങ്ങൾ ഉണ്ടാകും. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ അലാറം അടിക്കുമെന്നാണ് പറയുന്നത്. അതായത് ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനായി അതിനുവേണ്ടി പ്രത്യേക സുരക്ഷാ കവചങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ ബങ്കറുകൾ പോലെയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പല സുരക്ഷിതമായ കവചങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ വരുമ്പോഴും ഭൂകമ്പം വരുമ്പോഴും ഒക്കെ കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയായാലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ എവിടെയായാലും ഒരു മഴ വരുമ്പോഴോ പ്രളയം ഉണ്ടാകുമ്പോഴോ, പണ്ട് ഉത്തരാഖണ്ഡിലൊക്കെ പ്രളയം സമാനമായ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ എത്രയോ ആളുകളാണ് മരിച്ചത്. അപ്പോൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക നടപടികൾ ഇതിനായി എടുക്കില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളം 2018 പ്രളയം ആദ്യമായിട്ടാണ് മലയാളി ഒരു പ്രളയത്തെ കാണുന്നത്. വെള്ളത്തിന് ഇത്രയും ശക്തിയുണ്ടോ? ഇപ്പോൾ 2004 സുനാമിക്ക് ശേഷം മഴയ്ക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന് മലയാളി തിരിച്ചറിയുന്നത് 2018 പ്രളയമാണ്. ആ പ്രളയം ഇത്രയും വലിയ ശക്തിയായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നത്, അത് അനുഭവിച്ചവർക്ക് ചിലപ്പോൾ മനസ്സിലാകും. അത് അനുഭവിക്കാത്തവർക്ക് മനസ്സിലാവുന്നത് 2018 സിനിമ കാണുമ്പോഴാണ് ആ പ്രളയം എത്രത്തോളം നമ്മളെ ബാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 2022 വീണ്ടും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടൊരു പ്രളയം വന്നു. ഇതൊന്നും മലയാളികൾ അതിജീവിച്ചു. സർക്കാരുകൾ നമ്മളെ അതിജീവിപ്പിച്ചു എന്നല്ല, മലയാളികൾ ഇതൊക്കെ അതിജീവിച്ചു. കാരണം നമുക്ക് ജീവിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം, അതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് പ്രളയത്തിൻ്റെ കെടുതികൾക്ക് 10,000 രൂപ, അത് കഴിഞ്ഞ് ഒരു ബക്കറ്റ് കൊടുത്ത് ഇറങ്ങും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ കിറ്റുകൾ വരും, കുറേ ആളുകൾക്ക് ലേബർ ക്യാമ്പിൽ ഭക്ഷ്യം എത്തിക്കാൻ ഓരോ സംഘടനകൾ, DYFIക്കാർ, ABVPക്കാർ, പിന്നെ KSUക്കാർ, SFIക്കാർ, അങ്ങനെ കുറേ സംഘടനകൾ ഇറങ്ങും. ഇതൊക്കെ മുതലെടുക്കും. ഇതൊക്കെയാണ്. പിന്നെ ആത്മാർത്ഥമായി മണി അത്തരത്തിൽ മുൻകൂട്ടി അതിനൊരു ഇത് കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് ഒരു ഇത്തരത്തിൽ ഡാമുകളൊക്കെ തുറന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു പ്രളയം ഇല്ലായിരുന്നു. ജനങ്ങളുടെ ജീവനും കുറെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നു. അപ്പൊ ഇതിലൊന്നും ഒരു സംവിധാനം, ഇപ്പൊ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗ റിപ്പോർട്ട്, എത്ര മുമ്പേ കാര്യങ്ങൾ മുന്നറിയിപ്പ് തന്നതാണ്. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ചെവിക്കൊള്ളില്ല. കാരണം ചെവിക്കൊണ്ടാൽ ഈ ദുരിതങ്ങൾ, ജനങ്ങളുടെ ദുരിതങ്ങൾ വെച്ചാണ് രാഷ്ട്രീയക്കാർക്ക്, ജനങ്ങൾക്ക് ദുരിതമില്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ ദുരിതമാണ് ഇവരുടെ നിലനിൽപ്പിന്റെ ആത്യന്തികമായ ഘടകം എന്ന് പറയുന്നത്. അത് വെച്ച് ഇവർക്ക് മുതലെടുക്കണം എന്നുള്ളതാണ് ഇവർ ഇതിൽ കാണിക്കുക. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മഴയെന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ സ്കൂൾ അവധിയല്ല നമ്മുടെ അപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത് ഈ പാടം വഴിയാണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ കാലിട്ട് കളിച്ച് എടുത്തൊക്കെ നമുക്ക് പോവാം. വാഴയിലൊക്കെ തലയിൽ വെച്ച് ഭയങ്കരമായിട്ട് നമ്മളത് രസമായി. അല്ലെ, ഈ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ പണ്ടൊക്കെ, ഇപ്പൊ അത് കേൾക്കാനില്ല, പണ്ടൊക്കെ പറയുന്നതൊക്കെ ചൂട് ചായ, ജോൺസൺ മാഷിന്റെ പാട്ട് മഴ, ഇതായിരുന്നു ഒരു നൊസ്റ്റാൾജിക് ഫീൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മഴയെന്ന് കേട്ടാൽ ഭയമാണ്, ഭീതിയാണ്. വെള്ളം കയറുമോ, പിന്നെ എന്തെങ്കിലും സംഭവിക്കുമോ, തൊട്ടടുത്ത് മുല്ലപ്പെരിയാർ ഡാം കിടക്കുന്നു, അതിനെന്തെങ്കിലും സംഭവിക്കുമോ, ഇതിൽ വെള്ളം കൂടുമോ, വിള്ളൽ വരുമോ, ഇതിൻ്റെ പേരും പറഞ്ഞ് കുറേ നാൾ അതിൻ്റെ ചർച്ചകൾ നടക്കുമോ, അതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്തുമോ. അങ്ങനെ മഴയെന്ന് കേൾക്കുമ്പോൾ ഇപ്പം മറ്റ് വാർത്തകൾക്കപ്പുറം മഴയ്ക്ക് പ്രാധാന്യം കിട്ടിയത് എങ്ങനെയാണ്? മഴയെന്ന് പറയുമ്പോൾ നമ്മൾ ആസ്വദിച്ചിരുന്ന സമയമൊക്കെ പോയി. ഇപ്പൊ ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കും മലയോര ഭാഗത്ത് താമസിക്കുന്നവർക്കും വെള്ളം കയറുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഭയമാണ്. മഴയെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ആർത്തുലച്ച് വരുന്നത്? നമ്മളെ ജീവൻ കൊണ്ടുപോകുമോ, അതോ ഇതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം കൊണ്ടുപോകുമോ? ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ? വയനാട് ചൂരൽമലയൊന്നും മാസങ്ങളെ ആയിട്ടുള്ളൂ, നമുക്കൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇനിയും അവിടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. അവരൊക്കെ മരിച്ചവരായാണ് കണക്കാക്കുന്നത്. പലരുടെയും പിന്നെന്താ പറയുക, വസ്തു വിറ്റ് വെച്ച പൈസ, സ്വർണങ്ങളൊക്കെ ഒലിച്ചുകൊണ്ട് പോയി. അമ്മ നോക്കി നിൽക്കെ, മകൻ പോകുന്നു, ഭർത്താവ് പോകുന്നു, ഭാര്യ പോകുന്നു.
കേരളം മുക്തമായിട്ടില്ല. ഇല്ല, അത് മുക്തമാകുമ്പോ അടുത്ത മഴ. ഇന്നലെയൊക്കെ കാറ്റ് വീശും, കാറ്റ് അതിശക്തമായ കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയമാണ്. ഭഗവാനെ ഇനി എന്തെങ്കിലും ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ട്. അതിനിടയ്ക്ക് ഇന്നലെ ഒരു ട്രോളും ഇറങ്ങി, മേൽക്കൂര വീണറിഞ്ഞപ്പോൾ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് മേൽക്കൂര വീണിട്ടും ജീവൻ നഷ്ടപ്പെടാത്തതെന്ന്. അങ്ങനെ കുറെ ഊളത്തരം കേൾക്കാൻ അതിനും കുറെ സമയമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഴയെ ഭയക്കുക തന്നെ വേണം. നമ്മൾ ജാഗ്രത, ഇപ്പോൾ ജാഗ്രത വേണം, ഭയം വേണ്ട, ജാഗ്രത മതി. ഈ ഭയവും വേണം, ജാഗ്രതയും വേണം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് മാറുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു മരം ഒടിഞ്ഞു വീണാലോ, കാറ്റത്ത് വീടിൻ്റെ മേൽക്കൂര പോയാലോ, വീട് തന്നെ ഇടിഞ്ഞു വീണാലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ പിന്നെയും നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി കെട്ടി എടുക്കണം, പുതിയ വീട് വെക്കണം. ഇതിലൊന്നും ആരും സഹായിക്കില്ല എന്നുള്ളതാണ്. കുറച്ചു പേരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ ലോണുകൾ എഴുതിത്തള്ളും എന്നുള്ളതല്ലാതെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള കക്കാനും മോഷ്ടിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇതിലൊന്നും സമയമില്ല ഇതൊന്നും നോക്കാനായിട്ട്. നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ മാത്രം തന്നെയാണ് എന്നുള്ളതാണ്. ഈ യുവജന സംഘടനകൾ അവർ ഈ പ്രളയവും ഈ ഇതൊക്കെ വരുമ്പോൾ അവർ കുറേ ആത്മാർത്ഥമായിട്ട് നിൽക്കാറുണ്ട്. ഇപ്പോൾ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അവർ ഒരുപാട് DYFIക്കാരാണെങ്കിലും സേവാഭാരതിക്കാരാണെങ്കിലും ഒക്കെ ഈ ജനൻ TV-യിൽ ഉണ്ടായിരുന്ന ഒരു ലാൽ കൃഷ്ണയൊക്കെ അദ്ദേഹം ഈ ഇതിലൊക്കെ വൃത്തിയാക്കാനൊക്കെ പോയി അതിന്റെ സംഘപ്രവർത്തകനായിരുന്നു അദ്ദേഹം. മഞ്ഞപ്പിത്തം ബാധിച്ച് പെട്ടെന്ന് അകാലത്തിൽ മരണം. അപ്പൊ അത്തരത്തിൽ ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ചാനലുകളിൽ നിന്ന് വാർത്ത പറയുന്നത് എന്തിനാണ് പറയുക, ഇന്നടത്ത് റെഡ് അലാർട്ട്, ഇന്ന ജില്ലകളിൽ ഓറഞ്ച് അലാർട്ട് എന്നൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സുരക്ഷിതം വേണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നൊരു അലാർട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും മാറ്റിവെക്കാതെ മഴയെ നമ്മൾ പേടിക്കണം, ജാഗ്രത വേണം. പ്രത്യേകിച്ച് കോവിഡ് കൂടി കോവിഡിൻ്റെ കൂടി കുറച്ച് വ്യാപ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സമയം കൂടിയാണ്. അപ്പോൾ മഴയും കൊറോണയൊക്കെ കൂടി ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാകും കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഈ പകർച്ചവ്യാധികൾ തടയാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ കൈക്കൊള്ളണം. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ ഈ ആശുപത്രികളാണെങ്കിലും അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും ഇത്തരത്തിലൊരു അസുഖം വന്നതിന് ശേഷമാണ് അവർ മറ്റ് തയ്യാറെടുപ്പുകൾ എടുക്കുന്നത്. പക്ഷേ അസുഖം വരുന്നതിന് മുൻപ് തന്നെ തയ്യാറെടുപ്പുകൾ എടുക്കണം. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴേ വ്യക്തത വരുത്തണം. ഇപ്പോൾ ഈ സ്ഥലത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട്, അവരെ ഇന്ന സ്ഥലത്ത് പാർപ്പിക്കണം, അതിനനുസരിച്ചുള്ള നടപടികൾ കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിൽ അത് ചെയ്തെടുക്കേണ്ടത്. പലപ്പോഴും അത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ വലിയ പരാജയം തന്നെയാണ്. ശൈലജ ടീച്ചറൊക്കെ അക്കാര്യത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ടീച്ചർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഭയമില്ലായിരുന്നു. കൊറോണയൊക്കെ വരുമ്പോഴേ നമുക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഇപ്പം നിപ്പയൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് എങ്ങാണ്ട് മലപ്പുറത്തോ എവിടെ എങ്ങാണ്ട് റിപ്പോർട്ട് ചെയ്തു, കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെയൊക്കെ വന്നപ്പോൾ ഉള്ളുകൊണ്ടെങ്കിലും പ്രാർത്ഥിച്ചു ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ വലിയ പേടിയാണ്. കൊറോണയൊക്കെ വരുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുമോ? 286 കേസ് മെയ്യിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അത് പുതിയ വകഭേദമെന്നാണ് പറയുന്നത്. ഇതിന് കാരണം ബിനു എന്നെ സംബന്ധിച്ച് എനിക്ക് 4 പ്രാവശ്യം കൊറോണ വന്ന ഒരാളാണ് ഞാൻ. 3 തവണ കൊറോണയും 1 തവണ ഒമിക്രോണും വന്ന ഒരാളാണ്. വാക്സിൻ എടുത്തു. എന്നിട്ട് അതിനുശേഷമാണ് എനിക്കിത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തതിന്റെ ഫലം H1N1 ഒരു 4-5 തവണ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയവും പേടിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കരുതലുകളും മുൻകരുതലുകളും പകർച്ചവ്യാധിയുടെ കാര്യത്തിലും കൊറോണയുടെ കാര്യത്തിലും മഴയുടെ കാര്യത്തിലുമൊക്കെ സർക്കാർ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും തീരുമാനം കൃത്യമായി എടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.